യുക്രൈനിനെ അമേരിക്ക ഇപ്പോൾ കണ്ണുവച്ചിരിക്കുകയാണ്. യുക്രൈനിലെ അമൂല്യമായ ധാതു സമ്പത്ത് അത് കൈപ്പിടിയിലാക്കാമെന്ന ഒരൊറ്റ ആഗ്രഹത്തിന്റെ പുറത്താണ് റഷ്യ യുക്രൈന്റെ യുദ്ധത്തിന് സമാധാനത്തിന്റെ വെള്ളക്കൊടി പാടിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വരുന്നത്. ഏറെക്കുറെ യുക്രൈൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി ട്രംപിന്റെ ആ ഡീലിന് സമ്മതം മൂളുകയാണെന്നാണ് അവിടുത്തെ ജനങ്ങൾ തന്നെ ഇപ്പോൾ സാക്ഷ്യം പറയുന്നത്. എന്നാൽ സെലൻസ്കി ആ വാക്കിൽ നിന്ന് പിന്മാറിയതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഞെട്ടിച്ചുകൊണ്ട് പുറത്തു വരുന്നത്. അമേരിക്കയ്ക്ക് തന്റെ രാജ്യത്തെ അപൂർവ ഭൂമിധാതുക്കൾ ലഭ്യമാക്കുന്ന ഒരു കരാറിൽ ഒപ്പിടാൻ യുക്രൈനിയൻ നേതാവ് വ്ളാഡിമിർ സെലൻസ്കി വിസമ്മതിച്ചതായാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടർ ജോഷ് റോഗിനും റോയിട്ടേഴ്സും ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഈ മാസം ആദ്യം വാഷിംഗ്ടണിൽ നിന്നും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ലഭിച്ച സഹായത്തിന് യുക്രൈൻ പണം നൽകണമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് സെലൻസ്കിക്ക് ട്രംപിന്റെ ചതികൾ മനസ്സിലാക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ടർ റോജിൻ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ മ്യൂണിക് സമ്മേളനത്തിൽ വെച്ച് അമേരിക്കൻ കോൺഗ്രസ് പ്രതിനിധി സംഘം സെലൻസ്കിക്ക് ഒപ്പിടാൻ കരാർ പത്രം നൽകിയതായും എന്നാൽ അതിൽ ഒപ്പിടാൻ സെലൻസ്കി വിസമ്മതിച്ചതായും വ്യക്തമാക്കുന്നുണ്ട്. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ യുക്രൈനിയൻ പ്രതിനിധി സംഘത്തിലെ അജ്ഞാത അംഗങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യുക്രൈനിയൻ നേതാവും അമേരിക്കൻ നിയമനിർമ്മാതാക്കളുടെ ഒരു ദ്വിപക്ഷീയ സംഘവും തമ്മിലുള്ള കൂടിക്കാഴ്ച 90 മിനിറ്റ് നീണ്ടുനിന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കി. അതേസമയം യുക്രൈന് ദീർഘകാല സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്ന ഒരു സമാധാന കരാറിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സമ്മതിച്ചില്ലെങ്കിൽ അമേരിക്കൻ സൈന്യത്തെ യുക്രൈനിലേക്ക് അയക്കുമെന്ന വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ പ്രസ്താവനയിൽ അമേരിക്കയുടെ വിശദീകരണം തേടിയിരിക്കുകയാണ് ഇപ്പോൾ റഷ്യ. വാൾ സ്ട്രീറ്റ് ജേർണലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു വാൻസ് ഇനി അഭിപ്രായം പ്രകടമാക്കിയത്. റഷ്യയെ സമാധാന കരാറിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയുടെ പക്ഷം സാമ്പത്തിക സൈനിക സ്വാധീന ഉപകരണങ്ങൾ ഉണ്ടെന്ന് വാൻസ് അഭിപ്രായപ്പെടുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ ചർച്ചകളിൽ ഏർപ്പെടാൻ വിസമ്മതിച്ചാൽ യുക്രൈനിലേക്ക് അമേരിക്കൻ സൈന്യത്തെ അയക്കാനുള്ള സാധ്യത മേശപ്പുറത്ത് തന്നെ തുടരുമെന്നും വാൻസ് വ്യക്തമാക്കുകയും ചെയ്തു. ഇത് അമേരിക്കയുടെ നിലപാടിന്റെ ഏറ്റവും പുതിയ രൂപമാണ്. ഇത്തരം പ്രസ്താവനകൾ ഞങ്ങൾ ഇതിനു മുമ്പും കേട്ടിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് പ്രസ്താവനയെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ അമേരിക്കയുടെ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിന്റെ മുൻ പ്രസ്താവനകളിൽ നിന്നും വാൻസിന്റെ പരാമർശങ്ങൾ അല്പം വ്യത്യസ്തമാവുകയും ചെയ്യുന്നു. ഈ ആഴ്ച ബ്രസൽസിൽ യുക്രൈൻ അനുകൂലികളുടെ ഒരു സമ്മേളനത്തിൽ സംസാരിക്കവേ ഏതെങ്കിലും സുരക്ഷാ കരാറിനെ തുടർന്ന് യുക്രൈനിലേക്ക് അമേരിക്കൻ സൈന്യത്തെ അയക്കുന്നതിന് പീറ്റ് ഹെഗ്സത്ത് എതിർപ്പാണ് ഉയർത്തിയിരുന്നത്. കൂടാതെ യുക്രൈനുള്ള സൈനിക പിന്തുണ പ്രധാനമായും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നായിരിക്കുമെന്നും ഹെഗ്സത്ത് യോഗത്തിൽ ഊന്നിപ്പറയുകയും ചെയ്യുന്നു. റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാന കരാറിന്റെ ഫലങ്ങൾ അത്ഭുതകരമായിരുന്നുവെന്നായിരുന്നു അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ജേർണലിനോട് പ്രതികരിക്കുകയും ചെയ്തത്. റഷ്യയുമായുള്ള ചർച്ചകളിൽ അമേരിക്ക റഷ്യയുടെ താൽപര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുവെന്നും യുക്രൈന് ചില വിട്ടുവീഴ്ചകൾ നടത്തേണ്ടി വന്നേക്കാമെന്നും അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇതിനിടെ തകർന്ന ചെർണോബിൽ ആണവ നിലയത്തിന്റെ കണ്ടെയ്ൻമെന്റ് ഘടനയിൽ റഷ്യൻ ഡ്രോൺ ആക്രമണം നടത്തിയതായും ഇത് കാര്യമായ നാശനഷ്ടങ്ങൾ വരുത്തിയതായും യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി പറയുകയും ചെയ്തു. ആണവ അടിസ്ഥാന സൗകര്യങ്ങളുടെ റഷ്യൻ സൈന്യം ലക്ഷ്യമിടുന്നില്ലെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ്. 1986 ദുരന്തത്തിൽ തകർന്ന റിയാക്ടർ സംരക്ഷിക്കുന്നതിനായി നിർമ്മിച്ച ന്യൂ സേഫ് കോൺഫൈൻമെന്റ് ഘടനയിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായെന്നാണ് സെലൻസ്കി ഇപ്പോൾ അവകാശപ്പെടുകയും ചെയ്തത്.